ബഹുമാനപ്പെട്ട KT ജലീൽ അവർകൾ അംഗത്വം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടി എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ജലീൽ CPMൻ്റെ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ കുറേ കാലം അകത്ത് കിടക്കാതെ ഉമ്മറപ്പടി കടന്ന് അകത്ത് കയറാതെ ഉമ്മറപ്പടിക്കൽ മാത്രം തിന്നുകയും തൂറുകയും കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്ത ജലീൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് തൊട്ട് പിന്നാലെ ഇനി തിന്നണമെങ്കിൽ ഉമ്മറപ്പടിയിൽ തിന്നാൻ പറ്റൂല, അകത്ത് കയറുക തന്നെ വേണം. അകത്ത് കയറി ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ മാത്രമേ വല്ലതും തിന്നാൻ കിട്ടൂ എന്നുള്ള ബോധ്യത്തിൽ മൂപ്പരെന്താക്കി അകത്ത് കയറാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മൂപ്പരെന്താക്കിയത്, പാത്തുമ്മക്കുട്ടിയെയും കൂട്ടിച്ചെന്ന് ജലീൽ മാത്രമല്ല വീട്ടുകാരത്തിയായ പാത്തുമ്മക്കുട്ടിയെയും കൂടി കൂട്ടിച്ചേർന്നിട്ട് എന്താക്കി മെമ്പർഷിപ്പ് എടുത്തു. മലപ്പുറത്തെ സഖാക്കന്മാർക്ക് പിന്നെ എന്തെങ്കിലും വേണോ? ഓയ് മലപ്പുറം ചുവപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാ. അപ്പോൾ ജലീൽ ഈ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ പല ആളുകളും ചോദിച്ചു, ഇതെങ്ങനെ ഇപ്പം ശരിയാകുക? രണ്ടും പാടെ നടക്കുമോ? നടക്കൂല. അപ്പം രണ്ടും പാടെ നടക്കൂല എന്നുള്ളത് പാർട്ടി നയാണെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. എന്ത് മെമ്പർഷിപ്പ് എടുക്കുന്നത് വരെ എന്തു ആവായിരുന്നു, മൗലൂദ് കൂടാ, കുത്റാത്തീബ് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ മൗലൂദും കുത്റാത്തീബൊന്നും പറ്റൂല, പാർട്ടി പറയുന്നത് പോലെ കേൾക്കണം. ഇതായിരുന്നു പാർട്ടിയുടെ നയം. അപ്പോൾ നമ്മളെല്ലാം കരുതി ജലീൽ എന്താക്കും, ജലീൽ അടിമുടി പാർട്ടി ആകുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. ഇപ്പം നേരെ തിരിച്ചാ സംഭവിക്കണേ. നേരെ തിരിച്ചാ സംഭവിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്ക്, എന്താ ഒരു വാർത്ത. ആ വാർത്ത ഇപ്പം ഇന്നത്തെ വാർത്തയെ എന്താപ്പാ വാർത്തയെ പറയണേ, പാർട്ടി രൂപീകരിച്ചത് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് കൊണ്ടിരുന്നത് എപ്പോഴായിരുന്നു? വെള്ളിയാഴ്ചകളിലായിരുന്നു. ഇനി മുതൽ ആ വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇല്ല. പിന്നെ എപ്പോഴാ ഇനി അതൊക്കെ ചൊവ്വാഴ്ച. എന്താ കാരണം? ജലീൽ വിശ്വാസിയായ ജലീൽ കമ്മ്യൂണിസ്റ്റ് ആവുകയില്ല. പ്രോസസ്സിങ് നേരെ തിരിച്ചാ, കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിശ്വാസിയാക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ഇനി AKG സെൻറ്ററിൽ വെള്ളിയാഴ്ച ജുമ ഉണ്ടാകും, എല്ലാ വ്യാഴാഴ്ചയും സലാത്ത് ഉണ്ടാകും, നബിദിനത്തിന് മൗലൂദ് ഉണ്ടാകും, മാസം മാസം റാത്തീബ് ഉണ്ടാകും. അങ്ങനെ എല്ലാം എവിടെ ഉണ്ടാകും? AKG സെൻറ്ററിൽ ഉണ്ടാകും. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പം നമ്മളൊക്കെ ചോദിച്ചെന്താ, അതെങ്ങനെ പറ്റുക? ഒരു വിശ്വാസിയായ മനുഷ്യന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകാമെന്നല്ല ചോദിച്ചത്. അപ്പം ജലീൽ അതിനൊരു പരിഹാരം കണ്ടെത്തി. എന്ത്? വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം. എങ്ങനെ? കമ്മ്യൂണിസ്റ്റുകാരനെ വിശ്വാസിയാക്കുക. ഇത്ര ദിവസം കമ്മ്യൂണിസ്റ്റുകാരൻ ആരായിരുന്നു? ഭൗതികവാദി. മതമില്ല, വിശ്വാസമില്ല, അനുഷ്ഠാനങ്ങളില്ല, ആചാരങ്ങളില്ല, ഭൗതികത മാത്രം. ആണും പെണ്ണാണോ? ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ കുട്ടികളുണ്ടാകുമോ? സ്വർണം കണ്ട വിറ്റ് തിന്നാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഭൗതികവാദിയുടെ നോട്ടം. സ്വർണം എന്ന് പറഞ്ഞാൽ എന്താ? വില ഒടിപ്പുള്ള വസ്തു. ഇപ്പം തീട്ടം കൊണ്ടുപോയി വിൽക്കാൻ പറ്റൂലല്ലോ. സ്വർണം എവിടെയെങ്കിലും കണ്ടാൽ അത് വിറ്റിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതാണ് നോട്ടം. ആണും പെണ്ണും കണ്ടാൽ എന്താ? ഇവരൊരുമിച്ച് ജീവിച്ചാൽ ഇവർക്ക് ബയോളജിക്കലി വേറെ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ, വന്ധ്യത പോലെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരൊരുമിച്ച് ജീവിച്ചാൽ മക്കൾ ഉണ്ടാകുമോ? ഇത്തരത്തിൽ ഭൗതികത മാത്രമായിരുന്നു നോട്ടം. ഇനിയിപ്പോൾ അത് പറ്റൂല. ഇനിയിപ്പോൾ നേരെ തിരിച്ച്, മുമ്പൊക്കെ എന്തായിരുന്നു? വിശ്വാസി കമ്മ്യൂണിസ്റ്റ് ആയാൽ പിന്നെ എന്താകും? വിശ്വാസങ്ങളെല്ലാം ഒഴിവാക്കണം, അതൊക്കെ പുറത്തു നിർത്തണം. ഏത്? പിന്നെ ദൈവം ഉണ്ടാകാൻ പാടില്ല, വിശ്വാസം ഉണ്ടാകാൻ പാടില്ല, അമ്പലം ഉണ്ടാകാൻ പാടില്ല, പള്ളി ഉണ്ടാകാൻ പാടില്ല, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായിരുന്നു ഇത്രയും കാലം. പക്ഷെ ജലീൽ വന്നതോടുകൂടി അടിമുടി മാറ്റം. അതാണിപ്പോൾ ഈ വന്നിരിക്കുന്നത്. എന്താണ്? വെള്ളിയാഴ്ച നമുക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വേണ്ട, പിന്നെ ഇനി ചൊവ്വാഴ്ചകളിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്താ കാരണം? എന്താ? വെള്ളിയാഴ്ച വലിയ പ്രധാനപ്പെട്ട ദിവസമാണ്. അന്നെന്താക്കണം? നേരത്തെ കാലത്ത് ജുമക്ക് പോകണം. മനസ്സിലായില്ലേ? ജുമക്ക് പോകണം. ജുമക്ക് നേരത്തെ കാലത്ത് കുളിച്ചു മാറ്റി നല്ല കഴുകി വൃത്തിയാക്കി നല്ല അയൺ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വ്യാഴാഴ്ച ഇട്ട പോരാ.
പുതിയതിടണം. പുതിയതെന്ന് പറഞ്ഞാൽ പുതിയത് ടെക്സ്റ്റൈൽസ് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടെന്നല്ല, കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇസ്ത്രീയൊക്കെ ഇട്ട് മടക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അതെടുത്തിടണം. അതിട്ട് അത്തറൊക്കെ പൂശി നേരത്തെ കാലത്ത് പോയി ഒരു അൽക്കാഫ് ഓതി, പിന്നെ ഒരു സലാത്ത് ചൊല്ലി, പിന്നെ ഒരു യാസീൻ ഓതി. മീൻ ബാപ്പിയൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഓല പേരിലൊക്കെ ഒരു യാസീൻ ഓതി ജുമാക്ക് കൂടി എന്താക്കി, ഉസ്താദ് ആദ്യം പ്രസംഗിച്ച്, അത് കഴിഞ്ഞ് ഖുത്ബ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ദുആ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്ത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് മൈതാനിക്ക് ഇറങ്ങിയിട്ട് ഖബർസ്ഥാനിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് എന്താക്കണം, ഉമ്മ ബാപ്പ മക്കള് സഹോദരന്മാർ സഹോദരിമാർ ആരൊക്കെയാണ് മരണപ്പെട്ടവർ, ഇവരെ ഖബറുകളൊക്കെ ഒന്ന് പോയി അവിടെയും തീരുമോ? വെള്ളിയാഴ്ച പൂർത്തിയാക്കണം. അവിടെ തീരുമോ? അവിടെ തീരൂല. വെള്ളിയാഴ്ച പൂർത്തിയാക്കണം. എന്താക്കണം? അത് കഴിഞ്ഞ് നേരെ പെരയിൽ വന്നിട്ട് അവിടുന്ന് എന്ത് വേണം? നല്ല നെയ്ച്ചോറും ബീഫും തിന്നണം. അപ്പൊ ഇതിനൊക്കെ സമയം വേണോ? ഇതിന് AKG സെന്ററിൽ പോയിരുന്ന പരിപാടി നടക്കുമോ? അപ്പോ AKG സെന്ററിൽ ഇപ്പോൾ നെയ്ച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ പാടാ. അപ്പോൾ അങ്ങനെ പറ്റൂല. അപ്പോൾ ജലീൽ നോക്കുമ്പോൾ AKG സെന്റർ ഇപ്പോൾ എവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലേ, തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ ജലീലിന് ഇപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ എവിടെ ഉള്ളത്? ഇങ്ങിവിടെ മലപ്പുറത്ത്. അപ്പോൾ അവിടെ പോയിരുന്ന AKG സെന്റർ പോയിരുന്ന മൈതാനി പോക്ക് നടക്കുമോ? നടക്കൂല. അപ്പോൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച വേണ്ട. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം സംഭവിക്കുന്നത്? ജലീൽ വന്നതോടുകൂടി ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമികവൽക്കരണം അങ്ങ് AKG സെന്ററിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചങ്ങായി പറഞ്ഞ് എന്താ പറഞ്ഞേ? ഇത് ജലീലിൻ്റെതല്ല, ഇത് നമ്മളെ ചൂടാപ്പിക്കരുതാ. ഓല് ഈ തെരഞ്ഞെടുപ്പിൽ വരപ്പോൾ കൂടിയിട്ടുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ ആലോചിക്കണം. നമ്മളെ ഫസലിനെ വെട്ടിക്കൊന്ന കാരായി രാജനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് യുവന്മാർ തലശ്ശേരിയിൽ പ്രചരണം നടത്തുക. ആ സുഡാപ്പിക്കാർ ഇവരപ്പം കൂടിയല്ലോ. ഈ കൂടിയ സുഡാപ്പിക്കാരാണ് ഇങ്ങനെ നടത്തുന്നത്. അത് ജലീലല്ല എന്ന് പറയുന്ന ഒരു 1-2 ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യം അങ്ങനല്ല. യാഥാർത്ഥ്യം ഇതിൽ സുഡാപ്പിക്കാർക്ക് റോളൊന്നുമില്ല. സുഡാപ്പിക്കാർ ജലീൽ ഇങ്ങനെ ഒരു പരിഷ്കരണം ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഉണ്ടാക്കുന്ന ഒരു മാർഗനിർദ്ദേശം ജലീൽ വെച്ചപ്പോൾ അതിനെ സുഡാപ്പിക്കാർ എന്താക്കിയിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നത് അത് സുഡാപ്പിക്കാരല്ല. നിങ്ങൾ വെറുതെ അതിൻ്റെ അവകാശികളാക്കി സുഡാപ്പികളെ മാറ്റണ്ട. അത് ജലീലിൻ്റെതാണ്. ആ ജലീൽ നോക്കുമ്പോൾ ജലീൽ പറഞ്ഞല്ലോ, വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ ജലീൽ എഴുതിയല്ലോ. മെമ്പർഷിപ്പ് എടുത്തപ്പോൾ തന്നെ എഴുതി. പാത്തുമ്മക്കുട്ടിയും ജലീലും പാടെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അതിലും പറഞ്ഞ് വിശ്വാസിക്കാകാന്ന്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി ഇതിപ്പോൾ എങ്ങനെ നടക്കണേന്ന്. അപ്പോഴാണ് ഇപ്പം ഈ വാർത്ത വരുന്നത്. വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ. കമ്മ്യൂണിസ്റ്റിനെ വിശ്വാസിയാക്കുക, ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കുക എന്നുള്ളതാണ് ജലീൽ അതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇപ്പം രണ്ടും ഒന്ന് തന്നെ. വിശ്വാസി കമ്മ്യൂണിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് വിശ്വാസി ആയാലും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? സാധാരണഗതിയിൽ വിശ്വാസി കമ്മ്യൂണിസ്റ്റ് ആയാൽ ഒരു വിശ്വാസി കുറയും അല്ലേ? ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് നേരെ തിരിച്ചാ. വിശ്വാസികളായിട്ടുള്ള ആളുകളെ എണ്ണം കൂടാ. അതിപ്പോൾ പിന്നെ ഈ പറയുന്ന ഇസ്ലാമിലാണെങ്കിലും ശരി, ഇനി ഹിന്ദു മതത്തിലാണെങ്കിലും ശരി, ഇനി ക്രൈസ്തവരിലേക്കാണെങ്കിലും ശരി, ഒക്കെ എണ്ണം കൂടുകയാണ്. ഇപ്പം ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്കല്ലേ? വെള്ളിയാഴ്ച ജലീലിന് പോകണം. നിങ്ങളൊന്ന് ആലോചിക്കണം. വെള്ളിയാഴ്ച ജലീലിന് പോകണം. അപ്പോൾ ജലീലിന് ഞാൻ ഈ പറഞ്ഞ ഏർപ്പാടൊക്കെ ഉണ്ട്. നേരത്തെ കാലത്ത് പോകണം, അൽക്കാഫ് ഓതണം, സലാത്ത് ചെല്ലണം, യാസീൻ ഓതണം, അത് കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കണം, ഖത്തീബ് വരും, ഖത്തീബ് ഖുതുബ ഓതണം, 2 ഖുതുബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഫാത്തിഹ വിളിയും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് ഖബറിങ്ങലിറങ്ങി അവിടുന്ന് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ എല്ലാവരുടെ ഖബറിങ്ങലും പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെരയിൽ വന്നിട്ട് നെയ്ച്ചോറും ബീഫും തിന്നണോ? അന്നത്തെ ദിവസം തീർന്നോ? അപ്പം അതിന് അന്നാകപ്പം എന്തപ്പോൾ സമയം കിട്ടണേ? രാവിലെ അടിച്ചിട്ട് ഇറച്ചി വാങ്ങാൻ പോകാനുള്ള സമയം കിട്ടും. ഇത്രയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ജലീലിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, വെള്ളിയാഴ്ച നടത്തിയത് ഇപ്പോൾ ശനിയാഴ്ച ആക്കിക്കൂടെ? അതെന്താ പറ്റാത്ത? അത് പറ്റാത്തതിന് കാരണമുണ്ട്. കാരണം ഇപ്പം ഞായറാഴ്ചകളാണ് നമ്മുടെ നാടുകളിൽ ക്രൈസ്തവ ചർച്ചുകളിൽ ഞായറാഴ്ചകളിലാണ് സാധാരണ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ഉള്ളത്. അപ്പോൾ ബേബി സഖാവിന്
ഇവിടെ ബേബി സാറിന് ഡൽഹിയിലും നോക്കണം ഇവിടുത്തെയും നോക്കണം, രണ്ടും പാട് നോക്കണം. മൂപ്പരെ നോക്കുമ്പോൾ ഈ ഞായറാഴ്ച പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ മാറ്റിയിട്ട് ശനിയാഴ്ചത്തേക്ക് മാറ്റിയാൽ ചിലപ്പോൾ എന്താക്കാൻ പറ്റില്ല, ഞായറാഴ്ചത്തെ പള്ളി കൂടാൻ പറ്റൂല. അപ്പം മൂപ്പർക്ക് ഈ യാത്രകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും വേണം. ഡൽഹിയിലെ കാര്യം നോക്കേണ്ടത് കൊണ്ട് ശനിയാഴ്ച ആക്കാൻ പറ്റൂല. ശനിയാഴ്ച ആക്കിയാൽ ഞായറാഴ്ചത്തെ പള്ളി പോകും. അപ്പോൾ അതുകൊണ്ട് മൂപ്പരെ പരിഗണിച്ചിട്ട് ശനിയാഴ്ച വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു. ജലീലിനെ പരിഗണിച്ചെടുത്തിട്ട് വെള്ളിയാഴ്ച വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു. പിന്നെ ഇനിയിപ്പോൾ ആരാ നോക്കാനുള്ളത്? പിന്നെ നോക്കാനുള്ളത് ഗോവിന്ദൻ സഖാവിനെയാണ്. ഗോവിന്ദൻ സഖാവിനെ നോക്കുമ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച പറ്റൂല. പിന്നെ ഉള്ളത് ഏതാ? ചൊവ്വാഴ്ചയാണെങ്കിൽ ആർക്കും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് എന്നാൽ പിന്നെ ചൊവ്വാഴ്ച അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് അവധിയാ അല്ലേ? ഞായറാഴ്ച അല്ലല്ലോ, ചൊവ്വാഴ്ച അല്ലേ ബാർബർ ഷോപ്പ് അവധി. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൊവ്വാഴ്ചയാണ് ബാർബർ ഷോപ്പ് അവധി. എന്നാൽ ആ ചൊവ്വാഴ്ചയാണല്ലോ ബാർബർ ഷോപ്പ് അവധി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ച ആക്കാം. അന്നിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അന്ന് ജുമയില്ല, അന്ന് വെള്ളിയാഴ്ച കുർബാനയില്ല, അന്ന് പൂജയില്ല, ഒന്നുമില്ല. അപ്പോൾ വരുത്തും പോക്കും എല്ലാവരും വരുത്തും പോക്കും ഒക്കെ പാടെ നോക്കിയിട്ട് ഇതിപ്പോൾ തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ വെച്ചാൽ നടക്കുന്നത്. അപ്പോൾ ഈ വരാനും പോകാനുള്ള സമയം കൂടി നോക്കിയിട്ട് ചൊവ്വാഴ്ചത്തേക്ക് ആക്കിയിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ജലീൽ ആൺകുട്ടിയാട്ടാ. ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരണം നിങ്ങൾ നോക്കി, വെറുതെ നാവ് കൊണ്ട് മറുപടിയല്ല. മൂപ്പര് കയറി അപ്പം തന്നെ മൂപ്പര് പ്രാവർത്തികമാക്കി. മൂപ്പര് പറഞ്ഞില്ലേ വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാന്ന്. മൂപ്പര് പറഞ്ഞെന്താ, ഒരാൾക്ക് വിശ്വാസിയും ആകാം കമ്മ്യൂണിസ്റ്റും ആകാം. അതിൻ്റെ അടയാളമാണ് ഇപ്പോൾ ഇത്. എന്ത്? മൂപ്പര് കയറി ഇനി നടക്കാൻ പോകുന്നത് ഭൗതികവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനാവുകയല്ല, മറിച്ച് ഈമാനുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. മനസ്സിലായില്ലേ? അതാണ് ഇനി നടക്കാൻ പോകുന്നത്.